പീഡന പരാതിയിൽ ഒളിവിലുള്ള പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിനെ 2 മാസമായിട്ടും പിടികൂടാനാവാതെ പോലീസ്. പ്രശോഭ് ഒളിവിൽ കഴിയുന്നിടം പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയിട്ടും ഫലമുണ്ടായില്ല. പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട്. ഇക്ബാൽ, അപ്പോൾ വളരെ ഗൗരവമുള്ള പരാതി, അത്രയേറെ ഗൗരവമുള്ള തെളിവുകളുമാണ് ഇയാൾക്കെതിരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഈ സംഭവം പാലക്കാട്ട് മാത്രമല്ല കേരളത്തിലാകെ വലിയ ചർച്ചയായ കേസുമാണ്. അന്ന് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി മാറിയിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയാണ്. എന്തുമായിക്കോട്ടെ, പേരുകേട്ട കേരള പോലീസിന് 2 മാസമായിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രശോഭനെ കണ്ടെത്താൻ സാധിക്കാത്തത്? ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ദളിത് യുവതിയുടെ പരാതിയിലാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത്. മാർച്ച് 28-ന് പോലീസ് കേസ് എടുത്തതാണ്. ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം ആവുന്നു ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇതുവരെയും പ്രശോഭിനെ പിടികൂടാനോ കണ്ടെത്താനോ പോലീസ് സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും പ്രശോഭ് ഒളിവിലാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് പ്രശോഭ് ഒളിവിൽ പോയത്. ഇതുകൊണ്ട് തന്നെ പ്രശോഭ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. ഈ ഒളിവിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പീഡന പരാതിയിൽ ജാമ്യം തേടി പ്രശോഭ് മണ്ണാർക്കാട് കോടതിയാണ് ആദ്യം സമീപിക്കുന്നത്. പിന്നീട് മണ്ണാർക്കാട് കോടതി പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയെ പ്രശോഭ് ഈ മുൻകൂർ ജാമ്യം തേടി സമീപിച്ചിരുന്നു. നാളെയാണ് പ്രശോഭിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയാൻ വേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും പ്രശോഭ് എവിടെയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുന്നത്. കാരണം ഒരു ദളിത് യുവതിയാണ് തന്നെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചു, ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന രീതിയിലുള്ള പരാതി പോലീസിന് മുഖ്യമന്ത്രിക്കും നൽകിയത്. 2 മാസമായി പോലീസ് പ്രശോഭിന് വേണ്ടി വ്യാപകമായി അന്വേഷണം നടത്തുന്നു. പക്ഷേ പ്രശോഭിനെ കണ്ടെത്താൻ മാത്രം പോലീസ് സംഘത്തിന് സാധിച്ചിട്ടില്ല. നേരത്തെ തന്നെ BJPയും CPM എല്ലാം പ്രശോഭിനെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ ചില നേതാക്കൾ ഉണ്ട്, കോൺഗ്രസിനകത്ത് നേതാക്കൾ തന്നെ ഉണ്ട് എന്നുള്ള ആരോപണമായി രംഗത്തെത്തിയിരുന്നു. BJP പോലീസിലെ ചില ഉന്നത നേതാക്കൾക്ക് പ്രശോഭ് ഒളിവിൽ കഴിയുന്നതിൽ പങ്കുണ്ട് എന്നുൾപ്പെടെ ആരോപിച്ച് അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രശോഭിനെ പിടികൂടണമെന്നുള്ളതാണ് ഇപ്പോഴും ഈ സംഘടനകളെല്ലാം ആവശ്യപ്പെടുന്നത്. നാളെ പ്രശോഭിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം ഈ പരാതിക്കാരിയോട് ചോദിക്കുന്ന സാഹചര്യം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രശോഭിനെ പിടികൂടണമെന്നുള്ളതാണ് പരാതിക്കാരുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും ആവശ്യം. ശരി ഇക്ബാൽ, അപ്പോൾ ഇതിനേക്കാൾ പേരുകേട്ട പല കുറ്റവാളികളെയും നിമിഷ നേരം കൊണ്ട് പൊക്കിയിട്ടുണ്ട് കേരള പോലീസ്. നമുക്കെല്ലാം കേരള പോലീസിന്റെ ഈ കഴിവിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴാണ് ഒരു കോൺഗ്രസ് കൗൺസിലർക്ക് വേണ്ടി 2 മാസമായി കേരള പോലീസ് ഇരുട്ടിൽ തപ്പുന്നത്. ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു.